നമസ്കാരം, മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അമൃത. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ഗാന്ധിജിയുടെ 78ാം രക്തസാക്ഷിത്വ ദിനാചരണം ചേർപ്പിൽ സംഘടിപ്പിച്ചു. കോൺഗ്രസ് ചേർപ്പ് മണ്ഡലം കമ്മിറ്റിയാണ് ഗാന്ധി സ്മൃതി നടത്തിയത്. ചേർപ്പ് സീനൻ സ്കൂളുകളുടെ 100ാം വാർഷികം വിപുലമായി ആഘോഷിച്ചു. യാത്രയയപ്പ്, സമാദരണം, പൈതൃകം എക്സിബിഷൻ തുടങ്ങിയ പരിപാടികളോടെയായിരുന്നു ആഘോഷം. തൈപ്പൂയത്തോടനുബന്ധിച്ച് മഹാത്മാ മൈതാനിയിൽ താൽക്കാലിക കടകളുടെ പരസ്യ ലേലം നടത്തി. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് ഓഫീസിലാണ് ലേലം നടന്നത്. വാർത്തകൾ വിശദമായി. ഗാന്ധിജിയുടെ 78ാം രക്തസാക്ഷിത്വ ദിനാചരണം ചേർപ്പിൽ സംഘടിപ്പിച്ചു. കോൺഗ്രസ് ചേർപ്പ് മണ്ഡലം കമ്മിറ്റിയാണ് ഗാന്ധി സ്മൃതി നടത്തിയത്. ചേർപ്പ് മഹാത്മാ മൈതാനിയിലെ ഗാന്ധി സ്തൂപത്തിൽ പുഷ്പാർച്ചനയോടെയായിരുന്നു ഗാന്ധി സ്മൃതി. കോൺഗ്രസ് ചേർപ്പ് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ഇൻചാർജ് MN ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. UDF നാട്ടിക നിയോജക മണ്ഡലം ചെയർമാൻ ബിജു കുണ്ടുകുളം ഗാന്ധി സ്മൃതി പ്രഭാഷണം നടത്തി. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിജോ ജോർജ്, ജില്ലാ പഞ്ചായത്ത് അംഗം CK വിനോദ്, സുനിൽ ലാലൂർ, മഹിളാ കോൺഗ്രസ് ചേർപ്പ് ബ്ലോക്ക് പ്രസിഡന്റ് ഷൈജ വിനോദ്, യൂത്ത് കോൺഗ്രസ് ചേർപ്പ് മണ്ഡലം പ്രസിഡന്റ് സുജിത്ത് തേറമ്പത്ത്, മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CK ഭരതൻ, അനന്തനാരായണൻ, വിൻസൻ ഇഞ്ചോടിക്കാരൻ എന്നിവർ സംസാരിച്ചു. ഷനിൽ പെരുവനം, പ്രസാദ് കിഴക്കൂട്ട്, KK രാമൻ, PJ എഡിസൺ, EV ഉണ്ണികൃഷ്ണൻ, ഷാജി ആദം, AJ ജിമ്മി, അഡ്വക്കേറ്റ് അജീഷ് മങ്കിടിയാൻ, ബ്രൈറ്റോ മാരോ, CN പ്രേംബാസി, ദിലീഷ് എട്ടുമന, MK ദേവാനന്ദ, ബീന ഉണ്ണികൃഷ്ണൻ, ദിവ്യ സന്തോഷ്, VB രാജൻ, സുരേന്ദ്രൻ, ജോൺ G ആലപ്പാടൻ, CM അബ്ദുൽ കരീം, VK വിനോദ് കുമാർ, ഐച്ചിൽ രാധാകൃഷ്ണൻ, EV സന്തോഷ്, VV റഷീദ് എന്നിവർ പങ്കെടുത്തു. ചേർപ്പ് സീനൻ സ്കൂളുകളുടെ 100ാം വാർഷികം വിപുലമായി ആഘോഷിച്ചു. യാത്രയയപ്പ്, സമാദരണം, പൈതൃകം എക്സിബിഷൻ തുടങ്ങിയ പരിപാടികളോടെയായിരുന്നു ആഘോഷം. കേന്ദ്ര ഫിഷറീസ് മൃഗസംരക്ഷണ വകുപ്പ് സഹമന്ത്രി ജോർജ് കുര്യൻ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു. സജീവനി സമിതിയാണ് ഇപ്പോൾ ഈ സ്കൂള് നടത്തുന്നത്. നമ്മുടെ നാട് ശ്രീബുദ്ധനിൽ നിന്നാണ് ലോകമാദ്യമായിട്ട് അഹിംസയുടെ പാഠങ്ങൾ പഠിക്കുന്നത്. ലോകത്തിന് അഹിംസയുടെ ആ സന്ദേശം നൽകിയത് ശ്രീബുദ്ധനാണ്. അത് നമ്മുടെ മുന്നിൽ പ്രാവർത്തികമാക്കിയത് ആധുനിക ഇന്ത്യയിൽ സ്വാതന്ത്ര്യത്തിന് മുമ്പ്, സ്വാതന്ത്ര്യത്തിന് ശേഷവും അത് പ്രാവർത്തികമാക്കിയത് മഹാത്മാ ഗാന്ധിയാണ്. നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം പ്രാപിക്കുന്ന അവസരത്തിൽ വളരെ ദുഃഖകരമായിട്ടുള്ള 2 സംഭവങ്ങൾ നടന്നു. മഹാത്മാ ഗാന്ധിയും സ്വാതന്ത്ര്യ സമര സേനാനികളും ഭാരതാംബ എന്ന് വിളിച്ച ഈ രാജ്യം വിഭജിക്കപ്പെട്ടു. അഹിംസയെ പരാജയപ്പെടുത്തുവാൻ വേണ്ടി വിഭജിച്ച് ഭരിക്കുക എന്നുള്ള തത്വശാസ്ത്രം കൊണ്ടുവന്നവര് ഒരു പരിധി വരെയും ജയിച്ചു. രണ്ടാമത്തെ ദുഃഖകരമായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് 1948 മഹാത്മാഗാന്ധി വധിക്കപ്പെട്ടതാണ്. ഇന്ന് ആ മഹാത്മാഗാന്ധിയുടെ സ്മരണയുടെ ദിവസമാണ്. അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്ക് മുമ്പിൽ സ്മരണാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് അഹിംസയുടെ മാർഗത്തിലൂടെ മുന്നോട്ട് പോകുവാൻ പുതിയ തലമുറ ശ്രമിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. തൃശൂർ ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ PM ബാലകൃഷ്ണൻ മുഖ്യാതിഥിയായി. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിജോ ജോർജ് അധ്യക്ഷത വഹിച്ചു. ഈ അടുത്ത കാലത്ത് പാവങ്ങൾക്ക് വേണ്ടി ഡയാലിസിസ് നടത്തുന്നതിന് വേണ്ടി സൗജന്യമായിട്ട് ചെയ്തു കൊടുക്കുന്നു. 3 മെഷീനുകൾ ഇവിടെ ഉള്ളതായിട്ട് അറിഞ്ഞു. ഇനിയും ഒത്തിരി കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നമ്മുടെ ഈ വിദ്യാലയത്തിന് നേതൃത്വം നൽകുന്ന സഞ്ജീവനി ട്രസ്റ്റ് നേതൃത്വം നൽകും. എല്ലാവക പിന്തുണയും ചേർപ്പ് പഞ്ചായത്ത് ഭരണസമിതിയുടെ പേരിൽ ഉണ്ടാവുമെന്ന് ഈ അവസരത്തിൽ അറിയിക്കുകയാണ്.
നമ്മളെ പഠിപ്പിക്കുക അല്ലെങ്കിൽ പഠിക്കുക മാത്രമല്ല എല്ലാ തലത്തിലും അവരുടെ കഴിവുകളെ വളർത്തിയെടുക്കുന്നതിന് വേണ്ടി ഈ കഴിഞ്ഞ ദിവസം സംസ്ഥാന കലോത്സവത്തിൽ നടത്തിയ മത്സരങ്ങളിൽ ഒത്തിരി പേർക്ക് സംസ്ഥാന അവാർഡും ഹൈഗ്രേഡും കിട്ടിയിട്ട് ഇവിടെ നിന്നുള്ള ഒരു കുട്ടിയെ ആദരിക്കാനുള്ളൊരു ഭാഗ്യം പെരിഞ്ചേരിയിൽ പോയി വിഷ്ണുനന്ദനെ ആദരിക്കാനുള്ള ഭാഗ്യമുണ്ടായി. നമുക്ക് വിദ്യ പഠിപ്പിക്കുന്നതോടൊപ്പം തന്നെ എല്ലാ കലാരംഗങ്ങളിലും അഭിനയമായിക്കോട്ടെ, ശാസ്ത്രീയ സംഗീതങ്ങളായിക്കോട്ടെ, എല്ലാ തലത്തിലും അതേമാതിരി കായിക രംഗത്ത് ഒത്തിരി പേർ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഇവിടെ കായിക സ്റ്റേറ്റ് ലെവലിൽ കായിക മത്സരം അറേഞ്ച് ചെയ്തിരുന്നു. ചില കാരണവശാൽ മാറ്റി. ഒത്തിരി പ്രതിഭകളെ വളർത്തിയെടുക്കുന്നതിന് വേണ്ടി ഈ വിദ്യാലയം എന്നും നിലകൊള്ളുന്നു. ഇവിടെ ഞാൻ പറഞ്ഞു കേട്ടപ്പോൾ പൂർവ്വ വിദ്യാർത്ഥികൾ നമ്മുടെ ഡോക്ടർ അജയ്കുമാറിനെ പോലെ, രാജീവ് മേനോനെ പോലെ, അതുമാതിരി തന്നെ ശ്രീജിത്ത് മുത്തേട്ട് മാഷ്, ഒത്തിരി കലാപ്രതിഭകൾക്ക് അല്ലെങ്കിൽ ഈ രാജ്യത്തിൻ്റെ വിവിധ കോണുകളിൽ പ്രവർത്തിക്കുന്ന ഒത്തിരി പ്രതിഭകൾക്ക് ജന്മം നൽകിയ CNN സ്കൂള്. പത്മശ്രീ പെരുവനം കുട്ടന്മാരാർ സമാദരണം നിർവഹിച്ചു. കഴിഞ്ഞ വർഷത്തെ കേന്ദ്ര സാഹിത്യ അക്കാദമി ബാലസാഹിത്യ അവാർഡ് ജേതാവ് ശ്രീജിത്ത് മൂത്തേടത്ത്, നിർമ്മാതാവും സാഹിത്യകാരനുമായ ഡോക്ടർ അജയ്കുമാർ, സിനിമാ നിർമ്മാതാവ് രാജീവ് മേനോൻ എന്നിവർ ആദരം ഏറ്റുവാങ്ങി. ചെറുപ്പ് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ MV സുനിൽകുമാർ ഉപഹാര സമർപ്പണം നിർവഹിച്ചു. CNN സ്കൂൾസ് മാനേജർ KG അച്യുതൻ എൻഡോമെന്റും ജോർജ് എരിഞ്ഞേരി സ്കോളർഷിപ്പും വിതരണം ചെയ്തു. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് 8ാം വാർഡംഗം ജയശ്രീ ഷാജൻ സമ്മാനദാനം നിർവഹിച്ചു. വിരമിക്കുന്ന CNN ബോയ്സ് LP സ്കൂൾ പ്രധാനാധ്യാപകൻ KK ഗിരീഷ് കുമാർ, ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകൻ C സുധീർ എന്നിവർക്ക് ചടങ്ങിൽ യാത്രയയപ്പ് നൽകി. CNN ഗേൾസ് LP സ്കൂൾ പ്രധാനാധ്യാപകൻ AR രാജീവ് കുമാർ, ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രധാനാധ്യാപകൻ EP ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. തൈപ്പൂയത്തോടനുബന്ധിച്ച് മഹാത്മാ മൈതാനിയിൽ താൽക്കാലിക കടകളുടെ പരസ്യലേലം നടത്തി. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് ഓഫീസിലാണ് ലേലം നടന്നത്. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിജോ ജോർജ്, സെക്രട്ടറി മുംതാസ്, മറ്റ് ഉദ്യോഗസ്ഥരായ PS സിന്ധു, VJ അജയൻ, KU സിന്ധു എന്നിവർ ലേലത്തിന് നേതൃത്വം നൽകി. കോൺഗ്രസ് പാർലമെന്റ് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഗാന്ധിജിയുടെ 78ാം രക്തസാക്ഷി ദിനം ആചരിച്ചു. അമ്മാടം സെന്ററിലാണ് ഗാന്ധി അനുസ്മരണവും പുഷ്പാർച്ചനയും നടന്നത്. KPCC ജനറൽ സെക്രട്ടറി KV ദാസൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. M സേതുമാധവൻ അധ്യക്ഷനായി. പാറളം ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടോമി പെല്ലിശ്ശേരി, ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ജൂബി ചിറയത്ത്, റിൻസി ഷാബു, റോസ്മേരി അബേഷ്, റിൻസി ജൂബി, AP രാമകൃഷ്ണൻ, TM മോഹനൻ, ബിന്ദു അശോകൻ, സന്തോഷ് സെൻ, TK രാജു, ബിജു പണിക്കശ്ശേരി, ഇട്ടി അച്ചൻ, CO ജോൺസൺ, ആന്റണി തെക്കേക്കര എന്നിവർ സംസാരിച്ചു. കോൺഗ്രസ് ആവണിശ്ശേരി മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷി ദിനം ആചരിച്ചു. ആനക്കല് സെന്ററിലാണ് പുഷ്പാർച്ചനയോടെ അനുസ്മരണ ചടങ്ങ് സംഘടിപ്പിച്ചത്. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോസിലി ജോയി അനുസ്മരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് പ്രിയൻ പെരിഞ്ചേരി അധ്യക്ഷനായി. കോൺഗ്രസ് ചേർപ്പ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് KP അനൂപ്, അഡ്വക്കേറ്റ് AB അനീഷ്, ബ്ലോക്ക് മെമ്പർമാരായ രശ്മി ബൈജു, സുകന്യ ജിനീഷ്, വാർഡ് മെമ്പർമാരായ ജോയ് പയ്യപ്പള്ളി, ജീസൻ റപ്പായി എന്നിവർ സംസാരിച്ചു. മണ്ഡലം ബ്ലോക്ക് INTUC പ്രവർത്തകർ ചടങ്ങിൽ പങ്കെടുത്തു. വല്ലച്ചിറ ഫോട്ടോഗ്രാഫ് സ്റ്റുഡിയോയുടെ 10ാം വാർഷികം ആഘോഷിച്ചു. വാർഷിക ആഘോഷത്തിന്റെ ഭാഗമായി വിവിധ കലാപരിപാടികൾ അരങ്ങേറി. മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ C രവീന്ദ്രനാഥ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. നമുക്കെല്ലാം വളരെയധികം സന്തോഷമുള്ളൊരു സന്ധ്യയാണ്. എനിക്ക് പ്രത്യേകിച്ച് 10 വർഷം മുമ്പ് ഫോട്ടോക്രാഫ്റ്റ് ഉദ്ഘാടനം ചെയ്യുമ്പോൾ മനസ്സിൽ നിറയെ നല്ല ഒരു സ്റ്റുഡിയോ വല്ലച്ചിറയിൽ വരുന്നു എന്ന് ആയിരുന്നു. 10 വർഷം കഴിയുമ്പോൾ വീണ്ടും ഇങ്ങനെ ആ സന്തോഷത്തിൽ പങ്കുചേരാം എന്നൊന്നും അന്ന് കരുതിയില്ല. ഏതായാലും നീണ്ട 10 വർഷങ്ങൾ ഫോട്ടോക്രാഫ്റ്റ് ജനങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു. ഏത് സ്ഥാപനവും വളരുന്നത് അതിൻ്റെ ഭൗതികമായ വളർച്ചയിലൂടെ മാത്രം അല്ല. പണ്ടത്തെ ഫോട്ടോഗ്രാഫ്റ്റ് ആവില്ല ഇന്നത്തെ ഫോട്ടോഗ്രാഫ്റ്റ്, അന്നത്തെ ക്യാമറ ആവില്ല ഇന്നത്തെ ക്യാമറ.
അന്നത്തെ ഫർണിച്ചർ ആകില്ല ഇന്നത്തെ ഫർണിച്ചർ. അങ്ങനെ പലതരത്തിലും ഫോട്ടോഗ്രാഫ്റ്റ് വളർന്നിട്ടുണ്ട്. പക്ഷേ അതിനേക്കാൾ വലിയ വളർച്ച ജനങ്ങളുടെ മനസ്സിലുള്ള വളർച്ചയാണ്. എന്തും വളരുന്നു എന്ന് പറയുന്നത് സമൂഹ മനസ്സിലുള്ള വളർച്ചയായിട്ടാണ് നമ്മൾ കാണേണ്ടത്. പൊതുവിൽ കെട്ടുകാഴ്ചകളാണ് വളർച്ച എന്ന് പലരും ചിന്തിക്കാറുണ്ട്. വാസ്തവത്തിൽ മനസ്സിലുള്ള സ്ഥാനത്തിൻ്റെ ഉയർച്ചയാണ് യഥാർത്ഥ വളർച്ച. അതിനെയാണ് ജനകീയ വളർച്ച എന്ന് നമ്മൾ പറയുന്നത്. അങ്ങനെ ജനങ്ങളുടെ മനസ്സിൽ വളരണം എന്നുണ്ടെങ്കിൽ ജനങ്ങളുടെ താൽപ്പര്യങ്ങൾക്ക് അനുസരിച്ച് ആ സ്ഥാപനം പ്രവർത്തിക്കണം. വല്ലച്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമാ പ്രകാശൻ, വൈസ് പ്രസിഡന്റ് തിലകൻ മാലിപ്പറമ്പിൽ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ എൻ മനോജ്, സോഫി ഫ്രാൻസിസ്, വാർഡ് മെമ്പർമാരായ സിജോ ഇടപ്പള്ളി, ബിന്ദു, ഓൾ കേരള സ്റ്റുഡിയോസ് അസോസിയേഷൻ പ്രസിഡന്റ് സുനിൽ സൂര്യ, പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫേഴ്സ് ആൻഡ് വീഡിയോഗ്രാഫേഴ്സ് യൂണിയൻ പ്രസിഡന്റ് സുധാകരൻ ചക്കരപ്പാടം, എൻ ടി ശങ്കരൻ, പി ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് നൃത്യതി, വല്ലച്ചിറ അവതരിപ്പിച്ച തിരുവാതിരക്കളി, കുട്ടികൾ അവതരിപ്പിച്ച വീരനാട്യം, പ്രിയം ബീച്ച് അവതരിപ്പിച്ച ഗാനമേള എന്നിവ അരങ്ങേറി. ഊരകം ALP സ്കൂളിലെ തളിർ ബാലജനസഖ്യത്തിന്റെ നേതൃത്വത്തിൽ ഗാന്ധി രക്തസാക്ഷി ദിനം ആചരിച്ചു. കേരള പ്രദേശ് ഗാന്ധി ദർശൻ വേദി ജില്ലാ ചെയർമാൻ പ്രൊഫസർ VA വർഗീസ് ഗാന്ധി സ്മൃതി നടത്തി. സ്കൂൾ പ്രധാനാധ്യാപിക ജിനി ഷാജി, സഖ്യം തൃശൂർ യൂണിയൻ സഹകാരി ഫോറം കൺവീനർ KB പ്രമോദ്, വിദ്യാലയ വികസന സമിതി സെക്രട്ടറി രാകേഷ് ഉണ്ണിയാമ്പുറം, ഗാന്ധി ദർശൻ വേദി ഒല്ലൂർ മണ്ഡലം പ്രസിഡന്റ് PMM ഷെരീഫ്, യൂണിറ്റ് സഹകാരിമാരായ V പ്രീത, ജൂലിയറ്റ്, സ്കൂൾ ലീഡർ ശ്രീനന്ദ എന്നിവർ സംസാരിച്ചു. ചോയ്സൻസ് ഗണപതി എന്ന ആന ചിരിഞ്ഞു. ഊട്ടോളി പ്രസാദ് എന്ന പേരിലാണ് ആന മുൻപ് അറിയപ്പെട്ടിരുന്നത്. എരണ്ടക്കെട്ടിനെ തുടർന്ന് കഴിഞ്ഞ 45 ദിവസത്തിലേറെ കാലമായി ആന ചികിത്സയിലായിരുന്നു. മാപ്രാണത്തെ ആനപ്പറമ്പിൽ വെച്ചാണ് ആന ചരിഞ്ഞത്. ആനയ്ക്ക് 55 വയസ്സ് പ്രായമുണ്ടായിരുന്നു. കുടിശ്ശിക പിരിച്ചെടുക്കുന്നതിൽ വീഴ്ച വരുത്തിയ ഇരിങ്ങാലക്കുട ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ ഭരണ ചുമതല അഡ്മിനിസ്ട്രേറ്റർക്ക് കൈമാറിയ നടപടി 3 മാസത്തേക്ക് കൂടി നീട്ടി. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് ഇത് സംബന്ധിച്ച ഉത്തരവിറക്കിയത്. കുടിശ്ശിക പിരിച്ചെടുക്കുന്നതിൽ വലിയ വീഴ്ച കണ്ടെത്തിയതിനെ തുടർന്നാണ് ഭരണസമിതിയെ സസ്പെൻഡ് ചെയ്ത ഇരിങ്ങാലക്കുട ടൗൺ കോർപ്പറേറ്റീവ് ബാങ്കിന്റെ ഭരണ ചുമതല അഡ്മിനിസ്ട്രേറ്റർക്ക് കൈമാറിയത്. ഈ മാസം 30 വരെയുണ്ടായിരുന്ന ഭരണ ചുമതലയാണ് ഏപ്രിൽ 30 വരെ നീട്ടി RBI ഉത്തരവിറക്കിയത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് ലഭിച്ച അധികാരങ്ങൾ വിനിയോഗിച്ച് ജനുവരി 30 മുതൽ ഏപ്രിൽ 30 ബിസിനസ് അവസാനിക്കുന്നതുവരെ പുനരവലോകനത്തിന് വിധേയമായി പ്രവർത്തന കാലയളവ് കൂടുതൽ നീട്ടേണ്ടത് ആവശ്യമാണെന്ന ബോധ്യമായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഡയറക്ടീവ് 3 മാസത്തേക്ക് കൂടി നീട്ടി RBI ഉത്തരവിറക്കിയത്. കുടിശ്ശിക പിരിച്ചെടുക്കുന്നതിൽ വലിയ തോതിൽ വീഴ്ച വരുത്തിയതിനെ തുടർന്ന് കഴിഞ്ഞ ജൂലൈ 30 ബാങ്കിനെതിരെ RBI സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തിയത്. കുടിശ്ശിക ക്രമീകരിക്കാൻ 6 മാസത്തെ സമയം നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ ബാങ്ക് കൂടുതൽ പ്രശ്നത്തിലേക്ക് നീങ്ങുകയാണെന്ന് വ്യക്തമായതോടെ ഒക്ടോബറിൽ ഭരണസമിതിയുടെ അധികാരങ്ങൾ മരവിപ്പിച്ച RBI ബാങ്കിന്റെ ഭരണം നേരിട്ടേറ്റെടുത്ത് അഡ്മിനിസ്ട്രേറ്ററെ നിയോഗിച്ചു. സഹകരണ സംഘങ്ങൾക്ക് ബാധകമായ നിയമത്തിലെ വകുപ്പുകൾ പ്രകാരമാണ് ബാങ്ക് ഡയറക്ടർ ബോർഡിനെ 12 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തത്. ഫെഡറൽ ബാങ്ക് മുൻ വൈസ് പ്രസിഡന്റ് രാജു എസ് നായരാണ് അഡ്മിനിസ്ട്രേറ്റർ. ഇദ്ദേഹത്തെ സഹായിക്കാൻ സൗത്ത് ഇന്ത്യൻ ബാങ്ക് മുൻ ഡെപ്യൂട്ടി ജനറൽ മാനേജറായ K മോഹൻ എന്നിവരെ ഉപദേശക സമിതി അംഗങ്ങളായും നിയമിച്ചു. നിക്ഷേപ ഇൻഷുറൻസ് സ്കീം പ്രകാരം 5 ലക്ഷം രൂപ വരെ നൽകാനുള്ള നടപടി പുരോഗമിക്കുന്നതിനിടയിലാണ് ഭരണസമിതിയെ സസ്പെൻഡ് ചെയ്യുന്നത്. ബന്ധപ്പെട്ട സ്കീം പ്രകാരം ലഭിച്ച 500 കോടി രൂപ 1ാം ഘട്ടത്തിൽ നിക്ഷേപകർക്ക് വിതരണം ചെയ്തു. 2ാം ഘട്ടമായി 850 നിക്ഷേപകരുടെ അപേക്ഷകൾ ഇൻഷുറൻസ് സ്കീമിന്റെ അംഗീകാരം ലഭിക്കുന്നതോടെ തുക വിതരണം ചെയ്യാനാകും. ഇതിനിടെ ബാങ്ക് റിക്കവറി നടപടികളുടെ ഭാഗമായി ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി ആരംഭിച്ചിട്ടുണ്ട്. അതേസമയം മതിയായ ആവശ്യങ്ങൾക്ക് പണം നൽകാൻ കഴിയും വിധം ബാങ്കിന്റെ പ്രവർത്തനങ്ങൾ വിപുലപ്പെടുത്തുകയോ മറ്റേതെങ്കിലും ബാങ്കുമായി ചേർക്കുകയോ ചെയ്യണമെന്നാണ് നിക്ഷേപകർ ആവശ്യപ്പെടുന്നത്. അടിയന്തരാവശ്യങ്ങൾക്ക് പോലും പണം കിട്ടാൻ വൈകുന്നത് സാധാരണക്കാരെ പ്രതിസന്ധിയിലാക്കിയതായും നിക്ഷേപകർ പറയുന്നു. അർബൻ ബാങ്കുകളിൽ തന്നെ വലുതാണ് ഇരിങ്ങാലക്കുട ITU ബാങ്ക്. ചെറുതുരുത്തി മുതൽ കൊരട്ടി വരെ 19 ശാഖകളിലായി 44,000 നിക്ഷേപകരാണ് ബാങ്കിന് ഉള്ളത്. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 15,510 രൂപ
പവന് 1,24,080 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ് ഉങ്ങിച്ചോട് ചെറുശ്ശേരി. ഫോൺ 9539080053. ഗാന്ധിജിയുടെ 78ാം രക്തസാക്ഷിത്വ ദിനാചരണം ചേർപ്പിൽ സംഘടിപ്പിച്ചു. കോൺഗ്രസ് ചേർപ്പ് മണ്ഡലം കമ്മിറ്റിയാണ് ഗാന്ധി സ്മൃതി നടത്തിയത്. ചേർപ്പ് സീനൻ സ്കൂളുകളുടെ 100ാം വാർഷികം വിപുലമായി ആഘോഷിച്ചു. യാത്രയയപ്പ്, സമാദരണം, പൈതൃകം എക്സിബിഷൻ തുടങ്ങിയ പരിപാടികളോടെയായിരുന്നു ആഘോഷം. തൈപ്പൂയത്തോടനുബന്ധിച്ച് മഹാത്മാ മൈതാനിയിൽ താൽക്കാലിക കടകളുടെ പരസ്യ ലേലം നടത്തി. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് ഓഫീസിലാണ് ലേലം നടന്നത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.